അവനിൽ നിന്ന് അവളിലേക്ക് എന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ട്രാൻസ്പേഴ്സണുമായ ജാസിൽ ജാസി ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു. പുരുഷനിൽ നിന്ന് സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രാധാന്യം നൽകി ചെയ്യുന്ന ബോട്ടം സർജറി. ആ സർജറി താൻ ചെയ്തുവെന്ന് പറയാതെ പറയുന്ന പോലെയാണ് ജാസിയുടെ വീഡിയോയും. ശസ്ത്രക്രിയ ചെയ്ത് പൂർണ്ണമായും സ്ത്രീയായി മാറാൻ ജാസി താല്പര്യമുണ്ടെന്ന് വിമർശിച്ച് കമ്മ്യൂണിറ്റി ഉള്ളവർ തന്നെ രംഗത്ത് എത്തിയപ്പോഴാണ് ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്ന വീഡിയോയുമായി ജാസി എത്തിയത്. എന്നാൽ ജാസിയെ ചികിത്സിച്ച ആശുപത്രി അധികൃതർ തന്നെ ജാസിയുടെ കള്ളങ്ങൾ പൊളിക്കുന്ന തരത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ജാസി ബോട്ടം സർജറി ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ബൈജു എന്ന യൂട്യൂബർ ആശുപത്രി അധികൃതർ പ്രതികരണം എടുത്ത് വിട്ടത്. റെന മെഡിസിറ്റിലേക്ക് ഇന്ന് എനിക്ക് വിളിക്കേണ്ടി വന്നു. ജാസി കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജാസി മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ജനങ്ങൾക്ക് അരോചകമായി തോന്നിയപ്പോൾ അവർ അതിനോട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. ജാസിയെ വിമർശിച്ച് ചെയ്ത വീഡിയോകൾക്ക് താഴെ ഒരു 10% ആളുകൾ ചില കമന്റുകൾ കുറിക്കുന്നത് കണ്ടു. എന്തിനാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്? അവരുടെ വ്യക്തിജീവിതം എന്നായിരുന്നു ചോദ്യം. ജാസിയും ആഷിയും അവരുടെ വ്യക്തിജീവിതം തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. പബ്ലിക്കായി ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കമ്മിറ്റഡ് ആണെന്ന് കരുതുന്ന ആളുകൾ വിശകലനം ചെയ്യും, തുറന്നു പറയും. അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയ കാണുന്ന നിങ്ങളെയും എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു. റെന മെഡിക്കൽ ഞാൻ വിളിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരം ഇതായിരുന്നു. ജാസിയുടെ സർജറി ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ബോട്ടം സർജറി ഇല്ല എന്നാണ് ആശുപത്രി ജീവനക്കാരി പറഞ്ഞത്. ഇനി ഇത് കഴിയുമ്പോൾ ജാസി വന്ന് നമ്മളോട് പറയും, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാണ് കഴിഞ്ഞതെന്ന്. പക്ഷേ ഇത് ജനങ്ങളെ ഓരോ മൊമെന്റിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി. ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്തത്. അത് ഏത് സമയത്ത് വേണമെങ്കിലും ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പോലെ പൂർണ്ണമായ സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. വൈജ്ഞാനിക സ്റ്റേറ്റ്മെന്റ് ഒന്നും ജാസി ചെയ്തിട്ടില്ല. കമ്മ്യൂണിറ്റിക്ക് പോലും പേരുദോഷം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ജാസിയുടെ പെരുമാറ്റം. ഗർഭിണിയാണെന്ന് പറഞ്ഞ് ജാസി കാണിച്ച കോപ്രായം എല്ലാവരും കണ്ടതാണല്ലോ എന്ന് ബൈജു ജാസിയുടെ സർജറിക്കൽ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് പറഞ്ഞത്.